അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പൈശാചികമായ ശൈത്വാനീയത്തിന്റെ പ്രശ്നങ്ങളെല്ലാം വീടുകളിൽ നിന്ന് ഒഴിവാക്കി ശേഷം വീണ്ടും വീണ്ടും വരുന്നതായി പലരും പറഞ്ഞതായി കേൾക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്കും അതുപോലെ വീട്ടിൽ പൈശാചികമായ പ്രശ്നങ്ങളുള്ളവർക്കും മറ്റ് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പരിഹാരമായി ഈ ബൈത്തിനെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ബൈത്ത് മഹാനായ സയ്യിദന അലി റളിയല്ലാഹു അൻഹു ഇവിടെ നിന്ന് രചിച്ചതാണ് എന്നാണ് അഭിപ്രായം. അലാ വഖ്ഫിനി യാ ദൽ ജലാലി ബികാഫികുൻ ബിനസിഹകി മിൻ ഖാതിഹി സിർരി അസ്ഫലത് വഖല്ലിസ്നി മിൻ കുല്ലി ഹൗലിൻ വശിദ്ദത്തിൻ فأنت رجاه العالمين ولو طاعت. വലിയ മുജറബായ നല്ല അമലാണ്. അല്ലാഹുവേ, നിന്റെ കുൻ എന്ന കൽപ്പനയിലേക്ക് കാഫ് കൊണ്ട് എല്ലാ മറകളെയും ചിന്തിയെറിയുന്ന അസ്ബലത്ത് ഹക്കീം എന്ന ഈ നാമങ്ങളുടെ വ്യക്തമായ ചൈതന്യം കൊണ്ടും എനിക്ക് നീ മതിയാക്കി തരേണമേ തമ്പുരാനെ, എന്നെ വിപത്തുകളിൽ നിന്നും കാക്കേണമേ. പൈശാചിക ഉപദ്രവങ്ങൾ ഒഴിവാക്കിയ വീടുകളിലെ വീണ്ടും വരുന്നുണ്ടെങ്കിൽ ചില വീടുകളിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം. വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വരുന്നതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം വ്യാഴം വെള്ളി ഏതെങ്കിലും ഒരു ദിവസം കടലാസിൽ 7 തവണ ഈ ബൈത്തിനെ ഒറ്റ ഹറഫിൽ എഴുതുക. ഏത് ബൈത്തിനെ? അലാ വഖ്ഫിനി യാ ദൽ ജലാലി ബികാഫികുൻ ബിനസിഹകി മിൻ ഖാതിഹി സിർരി അസ്ഫലത്. ശേഷം രാവിലെ എഴുതണം. രാവിലെയാണ് അതിനെ എഴുതേണ്ടത്. എഴുതിയിട്ട് ബൈത്തിനെ, ഞാൻ ഇപ്പോൾ ചൊല്ലിയ ആ ബൈത്തിനെ 41 തവണ അതിലേക്ക് മന്ത്രിക്കണം. എന്നിട്ട് അതിനെ നന്നായി മടക്കി ഏലസാക്കിയിട്ട് കെട്ടുക. രാവിലെയും വൈകിട്ടും ഈ ബൈത്തിനെ 11 വട്ടം ചൊല്ലുകയും ചെയ്യുക. എന്നാൽ വലിയ വലിയ ശൈത്താനീയത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.